back to Wonder Touch Media. It's me, Chu. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദൂരത്തോട്ടൊന്നുമല്ല. തൊടുപുഴ കൃഷ്ണൻ്റെ അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് അമ്പലം വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ മലങ്കര ഡാമുണ്ട്. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് നല്ല രസമാട്ടോ കാഴ്ചകളൊക്കെ കാണാൻ. ഇപ്പോൾ എറണാകുളത്തൊക്കെ ജീവിച്ച ആൾക്കാരൊക്കെ ആണെങ്കിൽ ഈ ഭാഗത്തൊക്കെ കൂടി പോകുമ്പോൾ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. നല്ല മലയും നിറയെ മരങ്ങളും ഒക്കെയുള്ള നല്ലൊരു സ്ഥലമാണ്. അതുപോലെ തന്നെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് പോകാം. അതിൻ്റെ എല്ലാം ഓരോ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് പിന്നീട് നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഒരു വാട്ടറിൻ്റെ കമ്പനി ഉണ്ട് കേട്ടോ, ഹില്ലി അക്വാന്ന്. ഇപ്പം നമ്മൾ ഈ അടുത്തുള്ള ആൾക്കാരൊക്കെ എവിടെയെങ്കിലും ദൂരേക്കൊക്കെ യാത്രയൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്നാണ് മിനറൽ വാട്ടറൊക്കെ ബോട്ടിലാക്കി വാങ്ങിച്ചുകൊണ്ടൊക്കെ പോകുന്നത്. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഊഞ്ഞാല കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പണ്ടത്തെ ഒരു ഓർമ്മയായിട്ടുള്ളൊരു ഊഞ്ഞാലയാണ്. ഞങ്ങളൊക്കെ കുഞ്ഞിൽ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് പോണ വഴിക്ക് ഒളമറ്റം എന്ന് പറഞ്ഞ സ്ഥലം എത്തുമ്പോൾ ഉറവപ്പാറ അമ്പലത്തിലേക്കുള്ള ആർച്ചാണ് നിങ്ങൾ കണ്ടത്. അത് കേരളത്തിന് തന്നെ പഴനി എന്ന് വിശേഷിക്കപ്പെടുന്ന ഒരു മലയുടെ മുകളിലുള്ള ഒരു അമ്പലമാണ് കേട്ടോ. ഇനി അടുത്ത ഒരു പ്രാവശ്യം നമുക്ക് അതിൻ്റെ വീഡിയോകൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തൊടുപുഴ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ ആദ്യം സ്നാക്ക് ബോക്സിലോട്ടാണ് പോകുന്നത്. ഇവിടുത്തെ ഉള്ളതിൽ, തൊടുപുഴ ഉള്ളതിൽ നല്ല അടിപൊളി ഒരു ബേക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നൊരു ഷേക്കൊക്കെ അടിച്ച് വെള്ളക്കടിയൊക്കെ കഴിച്ചിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കുഞ്ഞു പിള്ളേരൊക്കെ കൂടെ ഉള്ളതല്ലേ, അപ്പോൾ അവർക്കൊക്കെ വിശക്കും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ വെജ് കട്ട്ലേറ്റ് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഷാർജ ഷേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോവാണ്. രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെ ഞങ്ങൾ അമ്പലത്തിലും അടുത്തുള്ള പാർക്കിലൊക്കെ ആയിട്ട് കാണും. അപ്പോൾ അതുകൊണ്ട് അത്രയും നേരം വിശന്നിരിക്കാൻ പിള്ളേരെ കൊണ്ട് പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ കയറി നല്ല രീതിയിൽ ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും തൊടുപുഴയ്ക്ക് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു ബേക്കറിയാണ് കേട്ടോ ഈ സ്നാക്ക് ബോക്സ് എന്ന് പറഞ്ഞാൽ. ഫുഡ് ക്വാളിറ്റി ആണെങ്കിലും നല്ല ക്വാളിറ്റി ഫുഡ്സാണ്. അപ്പോൾ എല്ലാവരും തൊടുപുഴയൊക്കെ വരുമ്പോൾ ഈ ബേക്കറി ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അത് നല്ല തിരക്കാണേ.
അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങളുടെ കറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീട്ടിലോട്ട് പോവാണ്. ദാ ഈ ആറ്റിൻ്റെ തീരത്താണ് കേട്ടോ അമ്പലവും പാർക്കും ഒക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ബസ്സൊക്കെ കയറി വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ബൈ.